കുട്ടി നന്നായി വന്നാൽ അത് അച്ഛന്റെ കഴിവ്, കുട്ടി ചീത്തയായി പോയാൽ അമ്മയുടെ കഴിവുകേട് അല്ലെങ്കിൽ അമ്മയുടെ വളർത്തുദോഷം. ഇങ്ങനെ വളരെ സാധാരണയായി പറഞ്ഞു കേൾക്കാറുണ്ട്. ഹലോ മൈ ഡിയർ ഗൈസ്, ഇന്ന് ഈ മിത്തിന്റെ നമുക്ക് പരിശോധിക്കാം, ക്ലാരിഫൈ ചെയ്യാം. കുട്ടിയുടെ ജീനിൽ 50% അച്ഛനിൽ നിന്നാണ് വരുന്നത്, ബാക്കി 50% അമ്മയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ 50% കുട്ടിയുടെ ക്യാരക്ടർ രൂപപ്പെടുന്നത് ജീനുകൾ അച്ഛനിൽ നിന്ന് തന്നെയല്ലേ? അതുപോലെ തന്നെ ഈ കുട്ടി ഒരു ജനറേഷന്റെ 7 തലമുറകളുടെ ഒരു സബ് ടോട്ടലാണ്. അമ്മയുടെ ജീനുകളിൽ നിന്നും അച്ഛന്റെ ജീനുകളിൽ നിന്നും അവരുടെ ഫാമിലികളുടെ ജീനുകളിൽ നിന്നും 2 പേർക്കൂട്ടരുടെ ഫാമിലിയുടെ ജീനുകളിൽ നിന്നും രൂപപ്പെടുന്ന ഒരാളാണ് കുട്ടി. കുട്ടിയുടെ ഈ ജീനുകളിൽ അച്ഛൻ ക്യാരി ഓവർ ചെയ്ത ഇമോഷൻസ്, അച്ഛന്റെ പാസ്റ്റ് ട്രോമാസ് എല്ലാം ജീനുകളിൽ മാറ്റം ഉണ്ടാവും. ആ മാറ്റങ്ങളൊക്കെ കുട്ടിയിലൂടെ അത് ക്യാരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ കുട്ടി എന്തായി തീരണമെന്നുള്ളത് കുറച്ച് അച്ഛൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. അത് കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് പോലും തീരുമാനിക്കുന്നത് അച്ഛനാണ്. അച്ഛന്റെ Y ക്രോമസോം അമ്മയുടെ X ക്രോമസോമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ കുട്ടി ആണായി മാറി. അച്ഛന്റെ X ക്രോമസോം ആണ് വരുന്നതെങ്കിൽ അമ്മയുടെ X ക്രോമസോമായിട്ട് ചേർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി പെണ്ണായി മാറി. അപ്പോൾ ജെൻഡർ പോലും തീരുമാനിക്കുന്നത് അച്ഛനാണ്. അച്ഛന് ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും മാറാനാവില്ല. ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കുട്ടി ഒരു സബ് ടോട്ടൽ അല്ലേ? അപ്പോൾ ഇനി മുതൽ പറയുമ്പോൾ സൂക്ഷിച്ചു പറയുക. എല്ലാം നന്നായി വന്നാൽ അച്ഛന്റെ, അല്ലെങ്കിൽ എല്ലാം ചീത്തയായാൽ അമ്മയുടെ എന്ന് പറയാതെ ഇരിക്കുക. കുട്ടിയുടെ സ്വഭാവം രൂപപ്പെടുന്നത് എൻവയോൺമെന്റിൽ നിന്നും പാരന്റിങ്ങിൽ നിന്നും കുട്ടി എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും എല്ലാമാണ്. 2 പേരുടേതാണ്. ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 2 പേരുടെയും റെസ്പോൺസിബിലിറ്റിയാണ്. 2 പേരുടെയും സ്നേഹവും 2 പേരുടെയും കരുണയും 2 പേരുടെയും പ്രസൻസും സാമീപ്യവും എല്ലാം കൊണ്ട് വളർന്നു വരുന്ന ഒരു ആളാണ് ഈ കുട്ടി. 2 പേരും അതിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാകണം. താങ്ക് യു.